Hi my beautiful, welcome back to my Pups channel. ആരാണ് നിങ്ങൾ ഈ സമയം ചിന്തിക്കുന്നത്, എന്താണ് അവർ ചിന്തിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ക്വിക്കായിട്ട് നോക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം, ഗ്രൂപ്പ് നമ്പർ 1 ഓർ ഗ്രൂപ്പ് നമ്പർ 2. ഓൾറൈറ്റ്, സോ ഇത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഈ സമയം ആരാണ് നിങ്ങൾ ചിന്തിക്കുന്നത്, എന്തിനാണ് ചിന്തിക്കുന്നത്, ഓർ എന്താണ് അവരുടെ ഒരു സിറ്റുവേഷൻ. സോ ബാംഗ്ലൂരിൽ ഇപ്പം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടായിരിക്കാം. സോ നാട്ടിലെ ചില പ്ലേസിലൊക്കെ മഴയാണെന്ന് കേട്ടു. സോ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ് സീ ആരാണ് നിങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുന്നത്. ഗ്രൂപ്പ് നമ്പർ 1, ഹൂസ് തിങ്കിങ് അബൌട്ട് യു. ഗ്രൂപ്പ് നമ്പർ 1, ആരാണ് നിങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുന്നത്. ഗ്രൂപ്പ് നമ്പർ 1, ഈ സമയം നിങ്ങളുടെ കൂടെ ഇല്ലാത്തൊരു പേഴ്സണാണ് നിങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുന്നത്. ഓക്കെ, ഡിസ്റ്റൻസ് എന്ന് നിങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുന്നു. എസ്പെഷ്യലി ഈ ഒരു സമയം നിങ്ങൾ കോണ്ടാക്റ്റിൽ ഉണ്ടാവില്ല, വേറെ സ്ഥലത്തായിരിക്കാം, കാണുന്നുണ്ടാവില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കണം, ആഗ്രഹം ഉണ്ടായിരിക്കണം, പക്ഷേ സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കാം. ഓക്കെ, സോ ചില ആളുകൾക്ക് ഇത് നിങ്ങളുടെ പാർട്ട്ണറാണ്, നിങ്ങളുടെ മാസ്കുലൻ. ഓക്കെ, നിങ്ങൾ മാസ്കുലൻ ആയിട്ട് കാണുന്ന പേഴ്സൺ ചില ആളുകൾക്ക് നിങ്ങളുടെ അച്ഛനായിരിക്കാം. നിങ്ങളുടെ അച്ഛൻ ദൂര സ്ഥലത്തുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ അച്ഛന്റെ തോട്ട്സിൽ നിങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ അച്ഛന്റെ എനർജി ഈ ഒരു സമയത്ത് കണക്റ്റഡ് ആണ്. നിങ്ങളുടെ അച്ഛൻ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, അവർ അച്ഛന്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓർ വെരി സൂൺ അച്ഛൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കാം. ഓർ അച്ഛനെ പറ്റി അല്ലെങ്കിൽ അച്ഛൻ കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷം ഉണ്ടാവുന്ന എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. ഓക്കെ, സോ ചില ആളുകൾക്ക് ഇത് നിങ്ങളുടെ പാർട്ട്ണറാണ്. ഓക്കെ, നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളുടെ മാസ്കുലൻ ഡെഫിനറ്റ്ലി. ഓൾറൈറ്റ്, സോ നിങ്ങൾക്കറിയാം ഏതൊരു വ്യക്തി നിങ്ങളൊരു പാർട്ട്ണറായിട്ട് കണ്ടിട്ടുണ്ട്. നിങ്ങളൊരു വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ. ഒന്നെങ്കിൽ ആ വ്യക്തി നിങ്ങൾ അങ്ങനെ ആയിരിക്കാം കാണുന്നുണ്ടായിരിക്കാം, നിങ്ങളൊരു മാസ്കുലൻ ആയിട്ടായിരിക്കാം കാണുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മാസ്കുലൻ ആയിരിക്കാം. ഓൾറൈറ്റ്, എസ്പെഷ്യലി മാസ്കുലൻ. ഓൾറൈറ്റ്, മെയിൽ നിങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അടുത്തില്ല, ഈ ഒരു വ്യക്തിയുടെ കൂടെ ഈ ഒരു സമയം നിങ്ങൾ അടുത്തില്ല. സോ അതിനെ പറ്റിയിട്ടാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത്. നിങ്ങളൊരു ആബ്സെൻസിനെ പറ്റിയിട്ടാണ് ചിന്തിക്കുന്നത്, ഒരു ഡിസ്റ്റൻസിനെ പറ്റിയിട്ടാണ് ചിന്തിക്കുന്നത്. ഫ്യൂച്ചർ, ഓക്കെ, പാർട്ട്ണർഷിപ്പ്, നിങ്ങളായിട്ടുള്ള പാർട്ട്ണർഷിപ്പിനെ പറ്റിയിട്ടാണ് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഇത് നിങ്ങളുടെ ഒരു പാർട്ട്ണർ ആയിരിക്കാം, മാരിറ്റൽ പാർട്ട്ണർ ആയിരിക്കാം, നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ആയിരിക്കാം. നിങ്ങളുടെ കൂടെ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അവരതിനെ പറ്റിയിട്ട് സീരിയസ് ആയിട്ട് ചിന്തിക്കുകയാണ്, ആഗ്രഹിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, പോസിബിലിറ്റീസ് നോക്കുന്നുണ്ട്. കാരണം ഈ ഒരു സമയം ഈ വ്യക്തി നിങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കാൻ കാരണം അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തി. ഡിസ്റ്റൻസ് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. സോ ഈ സമയം ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഡെഫിനറ്റ്ലി ഉണ്ടാവില്ല. ചില ആളുകൾക്ക് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം, ഓർ കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കണം. കാരണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചില കാര്യങ്ങള് കാഷ്വൽ അല്ലാതെ നിങ്ങൾ ഒരു ഡീപ്പ് ആയിട്ടുള്ള കോൺവെർസേഷൻ, ക്ലാരിറ്റി വരുത്താനും ഫ്യൂച്ചറിനെ പറ്റി ഡിസ്കസ് ചെയ്യാനും ഡെഫിനറ്റ്ലി ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഹൂസ് തിങ്കിങ് അബൌട്ട് യു. സോ നിങ്ങളൊരു മാസ്കുലൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ എങ്ങനെയാന്നുള്ളത്. കാരണം ഗ്രൂപ്പ് നമ്പർ 1 സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾ മോസ്റ്റ്ലി നിങ്ങളെ പറ്റിയിട്ട് ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് നിങ്ങളുടെ പാർട്ട്ണറെ പോലെ ആരെങ്കിലും ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഹസ്ബൻഡ്. ചില ആളുകൾക്ക് മാത്രമാണ് നിങ്ങളൊരു അച്ഛന്റെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നത്. അത് നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇമോഷണൽ സിറ്റുവേഷൻ നിങ്ങളുടെ ഫാദർ ആയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അല്ലാത്ത ആളുകൾക്ക് ഇതൊരു ഇമോഷണൽ സിറ്റുവേഷൻ ആണ്. സോ നിങ്ങളൊരു മാസ്കുലൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഫെമിനൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു ലേഡി ഉണ്ടായിരിക്കാം. ഓക്കെ, കാര്യങ്ങൾ ബോൾഡ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ലേഡി നിങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം, നിങ്ങളുടെ ഒരു സോൾ കണക്ഷൻ തോന്നിയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കാം, നിങ്ങൾ അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആരെങ്കിലും ആയിരിക്കാം. നിങ്ങൾ ഈ വ്യക്തിയെ ഏതെങ്കിലും രീതിയിൽ ഇതുപോലെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരിക്കണം ഏതെങ്കിലും ഒരു സമയത്ത്, അല്ലെങ്കിൽ അവരുടെ മനസ്സിന് അത്ര ടച്ച് ചെയ്യുന്ന എക്സ്പീരിയൻസ് നിങ്ങളുടെ അടുത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ഒരു കൈൻഡ്നെസ്, നിങ്ങളുടെ ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ,
ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം, പ്രസൻസ് ഒരുപാട് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. നിങ്ങളുടെ സ്നേഹമൊക്കെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഇത് ചില ആളുകൾക്ക് നിങ്ങൾ ഒരുപാട് വർഷത്തെ ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സോൾ കണക്ഷൻ തോന്നിയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഓക്കെ, സ്പെഷ്യലി മാസ്കുലൻ ഫെമിനൻ ഒക്കെ പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ആരെങ്കിലാണ്. ഓക്കെ, സോ അവർ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ കൂടെ ചിന്തിക്കുന്നത്. ഓക്കെ, നിങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുന്നത്, കണക്ഷനെ പറ്റിയിട്ട് മനസ്സിലാക്കുന്നത്. കാരണം ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ വ്യക്തി അത് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, സോ ഒരു ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഏതൊക്കെയോ രീതിയിൽ നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ സംസാരിക്കാനുള്ള ആഗ്രഹമാണെന്നുണ്ടെങ്കിലും അത് മ്യൂച്വലി കണക്ട് ചെയ്ത് വരുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓൾറെഡി നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കാം. ഓക്കെ, നിങ്ങളായിട്ട് എന്തെങ്കിലും ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും. ഓക്കെ, ഇത് റിലേഷൻഷിപ്പിലായിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലായിരിക്കാം. ഒരു സഡൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഈ വ്യക്തി നിങ്ങളുടെ കൂടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ ഒരു സെപ്പറേഷന്റെ ഭാഗമായിട്ടായിരിക്കാം. ഓക്കെ, ഒരു ബ്രേക്കപ്പ് പോലെ, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ക്ലാഷ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നതായിരിക്കാം. നിങ്ങൾ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ ആയിരിക്കാം. സോ ഈ വ്യക്തി വീണ്ടും കണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ വീണ്ടും അതിനെ പറ്റിയിട്ട് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്. അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്, നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട്. ഓൾറൈറ്റ്, ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 now. ഹേ, ഗ്രൂപ്പ് നമ്പർ 2, ലെറ്റ്സ് സീ ആരാണ് നിങ്ങളെ പറ്റിയിട്ട് ഈ സമയം ഇപ്പൊ ചിന്തിക്കുന്നത്. എന്താണ് അവർ ചിന്തിക്കുന്നത്? ആരെങ്കിലും നിങ്ങളെ പറ്റി ഡീപ്പായിട്ട് ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളെ പറ്റി ആരെങ്കിലും ഡേ ഡ്രീം ചെയ്യുന്നുണ്ട്? ചില ആളുകൾക്ക് ഇത് നിങ്ങൾക്ക് സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ അത്ര ഡീപ്പായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല, മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് അറിയായിരിക്കാം, പക്ഷേ ചില കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളെ പറ്റിയിട്ടായിരിക്കാം. സോ നിങ്ങളെ പറ്റിയിട്ട് കൂടുതൽ അറിയാത്തൊരു പേഴ്സൺ ആയിരിക്കാം ഈ വ്യക്തി. പക്ഷെ ഈ വ്യക്തി നിങ്ങളെ പറ്റിയിട്ട് ഒരുപാട് ഡേ ഡ്രീം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വർക്ക് പ്ലേസ് ആയിരിക്കാം ചില ആളുകൾക്ക്, നിങ്ങളുടെ ക്രഷ് ആയിരിക്കാം ചില ആളുകൾക്ക്, നിങ്ങളുടെ ക്രഷ് ഓർ നിങ്ങളെക്കാളും പ്രായം കുറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വ്യക്തി. പക്ഷെ നിങ്ങളെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ ഈ വ്യക്തി. ഓക്കെ, പക്ഷെ നിങ്ങളെ പറ്റി ഒരുപാട് ഡേ ഡ്രീം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഓർമ്മകളിൽ ഉണ്ടാവുന്നുണ്ട് ആ വ്യക്തിയുടെ. ഡെഫിനറ്റ്ലി നിങ്ങളെക്കാളും യങ് ആയിട്ടുള്ള പേഴ്സൺ, യങ് ആയിട്ടുള്ള എനർജി. സോ ഈ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ഇമോഷണലി എന്തൊരു കാര്യം ഹേർട്ട് ആയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, വിഷമമായിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് അങ്ങനത്തെ ഒരു ഫീലിങ്സ് മേ ബി ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ ഒരു ടൈമിൽ നിങ്ങളായിട്ട് സംസാരിച്ചിട്ടുള്ള ആളുകളായിരിക്കണം. പക്ഷെ അതൊരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ അങ്ങനെ എന്നുള്ളതല്ല, വന്നു പോയിട്ടുള്ള എന്തോ ഒരു കാര്യമായിരിക്കണം. ഓക്കെ, നിങ്ങൾ ഒരു ടൈമിൽ മീറ്റ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം, പക്ഷേ വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ ഏതൊരു വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫീലിങ്സിലും അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. ഇത് മേ ബി നിങ്ങൾക്ക് അറിയാത്തൊരു പേഴ്സൺ ആയിരിക്കാം ചില ആളുകൾക്ക്. ഓക്കെ, നിങ്ങൾക്ക് മീൻസ് ലൈക്ക് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഇപ്പോഴും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ കാരണം അവര് ഇതുപോലത്തെ ഇമോഷണൽ സിറ്റുവേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടായിരിക്കണം എന്നില്ല. കാരണം ചില ആളുകൾക്ക് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് അവരുടെ ഒരു ഫീലിങ്സ് അവർ പറഞ്ഞിട്ടുണ്ടാവില്ല, ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരിക്കണം എന്നില്ല. ചില ആളുകൾക്ക് ഇത് നിങ്ങളുടെ വർക്ക് പ്ലേസിലുള്ള ആളുകളായിരിക്കാം. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടായിരിക്കാം. ഓക്കെ, അതായിരിക്കും മേ ബി അവർക്ക് നിങ്ങളുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കാം. ഓക്കെ, നിങ്ങളുടെ അടുത്ത് അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് വേറെ എന്തെങ്കിലും പ്രശ്നമാവോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിയാക്ഷൻ, റെസ്പോൺസ് അവരെ ഒരുപാട് കൺസേൺ ചെയ്യുന്നതായിരിക്കാം. സ്പെഷ്യലി വർക്ക് പ്ലേസിലൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫീലിങ്സ് അവർക്ക് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ അടുത്ത് വളരെ നോർമൽ ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം ഇത് ചില ആളുകൾക്ക്. ഓക്കെ, പക്ഷേ അവരുടെ ഒരു വേറൊരു ഇമോഷണൽ സൈഡ്, നിങ്ങളുടെ മേലുള്ള ഒരു ഇമോഷണൽ സൈഡ് അവർക്ക് പറയാൻ സാധിക്കുന്നുണ്ടാവില്ല. നിങ്ങൾക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷെ ആ വ്യക്തി അതുകൊണ്ട് ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം ചില ആളുകൾക്ക്. തിങ്കിങ് അബൌട്ട് യു, തിങ്കിങ് അബൌട്ട് യു. ഡെഫിനറ്റ്ലി അവർ നിങ്ങളുടെ അടുത്ത് അവരുടെ ഫീലിങ്സ് ഓപ്പൺ ആയിട്ട് പറയുന്നില്ല, പക്ഷെ നിങ്ങളുടെ അടുത്ത് വളരെ അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് അറിയില്ല. ഓക്കെ, ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. ഒരു ടൈമിൽ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം, നിങ്ങൾക്ക് അറിയുന്ന പേഴ്സൺ ആയിരിക്കണത്. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്, പറഞ്ഞ കാര്യത്തിൽ എന്തൊക്കെയൊരു
ക്ലാരിറ്റി ഇല്ലായ്മ അല്ലെങ്കിൽ ഹോണസ്റ്റ് ഇല്ലാത്ത എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കണം നിങ്ങൾക്ക് ഇതിനു മുൻപ്. ഓക്കെ, സോ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണ, സോ നിങ്ങൾക്ക് ആരുടെയെങ്കിലും മേലെ എന്തെങ്കിലും തെറ്റിദ്ധാരണ തോന്നിയിട്ടുണ്ടായിരിക്കണം, ആരുടെയെങ്കിലും ഇമോഷൻസിന്റെ മേലെ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ തോന്നിയിട്ടുണ്ടായിരിക്കണം. പക്ഷെ അവർക്കും അത് നിങ്ങളടുത്ത് കൺഫസ് ചെയ്യാനോ കൺവേ ചെയ്യാനോ ക്ലാരിഫൈ ചെയ്യാനോ സാധിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ തമ്മിൽ എന്തോ ഒരു ഡിഫറൻസ് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വർക്ക് പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൊസിഷനിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഫൈനാൻഷ്യലി നിങ്ങൾ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കാം, കൾച്ചർ വൈസ് നിങ്ങൾ രണ്ട് ഡിഫറെന്റ് ആയിട്ട് വരുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത എന്തോ ഒരു കാര്യം ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. ഒന്നെങ്കിൽ ഈ വ്യക്തി സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള പേഴ്സൺ ആയിരിക്കാം, സംസാരിക്കാൻ കഴിവില്ലാത്ത ആരെങ്കിലും ആയിരിക്കാം, ഓർ അവർക്ക് നിങ്ങളുടെ അടുത്ത് അത് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരു സൈലൻസിൽ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ അടുത്തുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇങ്ങനത്തെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ, കാരണം ഈ വ്യക്തി പൊതുവെ സിംഗിൾ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, ഈ ടൈം ഈ വ്യക്തി സിംഗിൾ ആയിരിക്കാം, ഒറ്റയ്ക്കായിരിക്കാം ജീവിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു സമയം കുറച്ച് ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ആയിരിക്കാം. ഈ വ്യക്തി എവിടെയാന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല, കംപ്ലീറ്റ്ലി വാനിഷ്ഡ് ആയിട്ടുണ്ടായിരിക്കണം. ഒരു ടൈമിൽ നിങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ടായിരിക്കണം, നിങ്ങളൊരു സുഹൃത്തായിട്ട്, നിങ്ങളുടെ ഒരു കൊലീഗായിട്ട് നിന്നിട്ടുണ്ടായിരിക്കണം, ഓർ നിങ്ങളുടെ അടുത്തൊരു ക്രഷ് തോന്നിയിട്ടുള്ളത് പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കണം. പക്ഷെ ഈ സമയത്ത് ഈ വ്യക്തി എവിടെയാന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഇപ്പോഴും ഈ വ്യക്തി നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ സംസാരിക്കാൻ എന്തൊക്കെയോ കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, രണ്ടുപേരും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കാം ഈ ഒരു സമയത്ത് നിൽക്കുന്നുണ്ടായിരിക്കാം. വ്യക്തി ഈ സമയം ലൈഫിൽ അവരുടെ ജോബ് വെച്ച് നോക്കുന്ന സമയത്ത് സെറ്റിൽഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതോ ഗ്രോത്തിലുള്ള ഒരു പേഴ്സണോ ആയിരിക്കാം. ഓക്കെ, നല്ലൊരു കരിയർ ഗ്രോത്തിലോ നല്ല മാറ്റത്തിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അവരുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ ടൈമിൽ വരുത്തിയിട്ടുണ്ടായിരിക്കണം. ഒരു പക്ഷെ നിങ്ങൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ വ്യക്തി ആ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ വന്നിട്ടുണ്ടാവില്ല. പക്ഷെ ആ ഒരു ഗ്യാപ്പിന് ശേഷം രണ്ടുപേരും ഒരേ ലെവലിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത്. രണ്ടുപേർക്കും ഒരുപാട് ഫൈനാൻഷ്യലി നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രാക്ടിക്കലി ചിന്തിക്കുന്ന രീതിയിൽ നോക്കുന്ന സമയത്ത് രണ്ടുപേർക്കും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇതൊരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ട് ആ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ പോലും അറിയാത്ത സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല ഇങ്ങനത്തെ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത്. ഒരു കാര്യങ്ങൾ ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി ഇത് നിങ്ങളുടെ മുന്നിൽ റിവീൽഡ് ആവും. ഓക്കെ, കാരണം നിങ്ങളൊരു സിറ്റുവേഷൻ അങ്ങനെയാണ് ഉണ്ടാവുന്നത്. സോ ഡെഫിനറ്റ്ലി ഈ ഒരു വ്യക്തി ആരാന്നുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ എന്താന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ആവുന്ന ഒരു സിറ്റുവേഷൻസ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഓൾറൈറ്റ്, സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 2. നിങ്ങൾക്കുള്ള മെസ്സേജ് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുക. Let me know if you like this video. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.